സിനിമയിൽ കാണുന്നത് പോലെ നാഗവല്ലിയും കാരണവരും ഈ മേടയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നും അവരുടെ പ്രേതങ്ങൾ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നുമാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അത് മധു മുട്ടത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥ മാത്രമാണ്. നാഗവല്ലി എന്നൊരു നർത്തകി ഇവിടെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ തറവാട്ടിൽ ഒരു കാരണവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരുമക്കത്തായമായിരുന്നു ആ കാലത്ത് ഇവിടെ നിലനിന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ സ്വത്തുക്കൾ സ്വന്തം മക്കൾക്ക് എഴുതി നൽകാൻ കാരണവർ തീരുമാനിച്ചു. ഇതറിഞ്ഞ മരുമക്കൾ രഹസ്യമായി ഗൂഢാലോചന നടത്തുകയും തുടർന്ന് കാരണവരെ സംഘം ചേർന്ന് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. മേടയിലെ വിലയേറിയ വസ്തുക്കളെല്ലാം അവർ കൈക്കലാക്കി. ഇതൊന്നും അറിയാതെ ഒരു വേലക്കാരി പെൺകുട്ടി അവിടേക്ക് കടന്നു ചെന്നു. തെളിവില്ലാതാക്കാനായി മരുമക്കൾ അവളെയും ആ മേടയിലിട്ട് തന്നെ വെട്ടിക്കൊന്നു എന്നാണ് കഥ. എന്നാൽ അധികം വൈകാതെ തന്നെ പ്രതികളെല്ലാം പിടിക്കപ്പെടുകയും അവർക്ക് വധശിക്ഷ ലഭിക്കുകയും ചെയ്തു.